ഹായ് ഫ്രണ്ട്സ്, ചെമ്പപ്പാറ നാച്ചുറൽ വുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉച്ചക്കറിക്കായിട്ട് ഒരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി കേട്ടോ. അപ്പോഴാണ് ഓർത്തത് ഒരു മുട്ടച്ചോറ് ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ആ പാത്രം ചൂടായിരിക്കുകയാണല്ലോ. ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് എണ്ണ ആദ്യമായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വന്നപ്പോഴേക്കും അതിൽ തയ്യാറാക്കി വെച്ചിരുന്ന ഇഞ്ചി, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ആദ്യമായിട്ടൊന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. എല്ലാത്തിനും ഇഞ്ചി ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇഞ്ചി നല്ലൊരു ഔഷധം കൂടിയാണേ. മുട്ടയ്ക്കും ഇറച്ചിക്കും എല്ലാം ഇഞ്ചി ചേർക്കുന്നത് നല്ലതാണേ. അപ്പോൾ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. സവോള വഴറ്റിയെടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. തീ കൂട്ടിയിട്ട് വേണം വഴറ്റാനായിട്ട്. അതിലേക്ക് ഒരു തക്കാളിക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നതും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം. തീ കൂട്ടിയിട്ട് തന്നെ അങ്ങ് വഴറ്റിയെടുക്കണമെങ്കിൽ പെട്ടെന്നത് മൂത്ത് കിട്ടുകയുള്ളൂ. അങ്ങനെ തക്കാളിക്കയും സവോളയും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം. മുട്ടച്ചോറ് ഉണ്ടാക്കുവാനായിട്ട് മുട്ടയാണല്ലോ ചേർക്കുന്നത്, അതുകൊണ്ട് ഇഞ്ചിയും സവോളയും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് ചേർക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ കൂട്ടുകളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാവേ. കുറച്ച് മുളക് പൊടി, കുറച്ച് മതി കേട്ടോ. അധികം എരിവ് ആവശ്യമില്ല, അതുകൊണ്ട് കുറച്ച് മതി. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾ പൊടി, അങ്ങനെ പൊടികൾ നമുക്ക് ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടി, മുട്ടയായതുകൊണ്ട് കുരുമുളക് പൊടി ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇറച്ചിക്കും മുട്ടയ്ക്കും എല്ലാത്തിനും കുരുമുളക് പൊടി നന്നായിട്ട് ചേർക്കുന്നത് നല്ലതാണ്. അങ്ങനെ പൊടികളെല്ലാം അങ്ങോട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. എല്ലാം പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഒരു 1/4 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി കൂടി ചേർക്കാം. ഒരു മണമൊക്കെ വന്നോട്ടെ. ഒരു മസാലപ്പൊടിയുടെ ഒരു മണമൊക്കെ വരുന്നത് നല്ലതാണല്ലോ. അങ്ങനെ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് കുറച്ച് മതി കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 2 മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ഇളക്കണം. ഇളക്കി നന്നായിട്ട് എല്ലാം കൂടി വറുത്തെടുക്കണം. നന്നായിട്ട് ചിക്കി തോർത്തി എല്ലാം കൂടി നന്നായിട്ട് വറുത്തെടുക്കണം. മുട്ടയും നന്നായിട്ട് വേകണം കേട്ടോ. വെന്തില്ലെങ്കിൽ കൊള്ളുകയില്ല. നന്നായിട്ട് വെന്ത് വരണം. മുട്ടയും സവോളയും തക്കാളിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മസാലകളും എല്ലാം കൂടെ ചേർത്ത് മുട്ടയും കൂടി ഇട്ട് നന്നായിട്ട് വെന്ത് വരണം. നന്നായിട്ട് ചിക്കി എടുക്കണം. കുറച്ച് നേരത്തെ പണിയാണ് കേട്ടോ. ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് ചിക്കി എടുക്കണം. എങ്കിലേ എല്ലാം കൂടി നന്നായിട്ട് വെന്ത് വരികയുള്ളൂ. ചോട്ടി പിടിക്കാതെയും ഇളക്കിയെടുക്കണമല്ലോ. അപ്പോൾ കുറച്ച് സമയത്തെ പണിയാണ് കേട്ടോ. അത് നന്നായിട്ട് ഇളക്കി ചിക്കി എടുത്ത് കേട്ടോ. ചോട്ടിലൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല. അധികം എണ്ണയൊന്നും വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചതേ ഉള്ളേ. നന്നായിട്ടെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു തവി ചോറും കൂടി ഇട്ട് കൊടുക്കാം. ഒരു തവി ചൂട് ചോറും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി തോർത്തി യോജിപ്പിച്ചങ്ങെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ചെറിയ തീയിൽ മതി കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടെല്ലാം കൂടെ ചിക്കി തോർത്തി എടുക്കാം. ചോറും മുട്ടയുടെ കൂട്ടും എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് ചേരണം. നന്നായിട്ട് അങ്ങ് യോജിപ്പിക്കണം. ഇളക്കി നല്ലതാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് ഇനി കറിയൊന്നും വേണ്ട. പിന്നെ സർലാസൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുന്നതിന് കുഴപ്പമില്ല. ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കൂട്ടാം കേട്ടോ. കഴിക്കാവുന്നതാണ്. ഒന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ലതാണേ. മുട്ടയുടെ സ്വാദുണ്ട്, പിന്നെ എരിവുണ്ട്, ഉപ്പുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ മുട്ടച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് തോന്നി. ഇതിനകത്ത് പച്ചക്കറിയൊക്കെ ചേർക്കാം. കാബേജോ ക്യാരറ്റോ ഒക്കെ ചേർക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പോൾ ഇത്രയും സാധനങ്ങളെ ഞാൻ ചേർത്തിട്ടുള്ളൂ. എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് അങ്ങോട്ട് വറുത്തെടുക്കണം. തോർത്തിയെടുത്താൽ മതി. നമ്മുടെ മുട്ടച്ചോറ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പറാണേ. മുട്ടച്ചോറിന് രുചിയുണ്ടോ എന്ന് നോക്കണമല്ലോ. ഇച്ചിരി ഒന്ന് കഴിച്ച് നോക്കാം. നല്ല രുചിയുണ്ട് കേട്ടോ. സൂപ്പറാണേ. അപ്പോൾ എല്ലാവരും ഈ മുട്ടച്ചോറൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.
അതുപോലെ തന്നെ വീഡിയോകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നല്ല നല്ല അഭിപ്രായങ്ങൾ ഇടണം. അപ്പോൾ നമ്മുടെ മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.